നമുക്കിന്ന് പഴം കൊണ്ടൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാം. അതിന് പഴം ദാ ഇങ്ങനെ കനം കുറിച്ച് കീറിയെടുക്കണം. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് അല്പം നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം കീറി വെച്ച പഴം ദാ ഇങ്ങനെ ലെയറായിട്ട് അടുക്കി വെക്കണം. അടുക്കി വെച്ചിട്ട് നമ്മളത് തിരിച്ചു മറിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ആ നെയ്യിൽ. പിന്നീട് അത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് ആ പാനിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിനോട്ട് അല്പം കാഷ്നട്ട് ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർക്കണം. പിന്നീട് നമ്മൾ ഒരു 1/4 കപ്പ് തേങ്ങയുടെ പീരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ഏകദേശം ഒരു ബ്രൗൺ കളർ വരുന്ന വരെ ഇളക്കിയിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു ബൗളിലോട്ട് ഒരു 2 കോഴിമുട്ട ഇതേപോലെ ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കണം. അതിലോട്ട് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ ഇളക്കി ശരിക്കും മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ ആ പാൻ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് അല്പം കൂടി നെയ്യ് കൊടുക്കുക. ആദ്യം നമ്മൾ വറുത്ത് കോരി വെച്ച പഴം ഇങ്ങനെ ഒരു ലെയർ ടൈപ്പിൽ ഇങ്ങനെ അതിലോട്ട് നിറച്ചു വെക്കണം. എന്നിട്ട് നമ്മൾ കലക്കി വെച്ച മുട്ടയുടെ ഇതുണ്ടല്ലോ അത് ഇതിലോട്ട് ഇങ്ങനെ ശരിക്കും ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വെക്കണം. പിന്നീട് അതിന് മുകളിലേക്ക് നമ്മൾ ആദ്യം ഒരുക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഐറ്റംസ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ശരിക്കും ഫില്ല് ചെയ്ത് വെക്കുക. ചുറ്റിലും ശരിക്കും ഇങ്ങനെ അടുക്കി വെക്കുക. അതിന് മുകളിലോട്ട് ഒരു ലെയറായിട്ടും കൂടി നമ്മൾ ആ പഴത്തിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ടല്ലോ അതിങ്ങനെ പുറമെ അടുക്കി വെക്കുക. അതിന് മുകളിലോട്ട് നമ്മൾ ആ മുട്ട വീണ്ടും ഒഴിച്ചു കൊടുക്കുക. മുട്ടയും മൈദയും ചേർത്ത മിശ്രിതം വീണ്ടും കുറച്ചും കൂടി പുറമേ കൊടുത്ത് നല്ല ഷേപ്പിൽ എല്ലായിടത്തും ശരിക്കും ഫിക്സ് ചെയ്ത് കൊടുക്കുക. അല്പം നെയ്യും കൂടി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമുക്കതൊന്ന് മൂടി വെച്ചൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അത് മറിച്ചിട്ട് ഒന്ന് വേവിക്കണേ. ഇതേപോലെ കിട്ടും ഐറ്റം. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. വൈകുന്നേരമൊക്കെ പിള്ളേർക്കൊക്കെ നമുക്കത് ഉണ്ടാക്കി കൊടുക്കാം. നമുക്കും കട്ടൻ ചായയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയൊരു കിടുക്കാച്ചി പൂച്ചാൻ്റെ ഐറ്റാണത്.